ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തി റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ സ്മൂത്തിയൊക്കെ. ഇത് നമുക്ക് ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്മൂത്തി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്സ് ആണ്. ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓട്സ് എടുക്കുന്നുണ്ട്. അത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് സോക്ക് ചെയ്തെടുക്കണം, കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് 3 ടേബിൾ സ്പൂൺ ഓട്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, നമുക്കൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആ കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ക്യാരറ്റാണ്. അപ്പോൾ ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ക്യാരറ്റ് വെന്ത ശേഷം നല്ല തണുത്ത ശേഷമാണ് നമുക്കിത് സ്മൂത്ത് തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി തന്നെ കുക്കാക്കി ഇട്ടിട്ടുണ്ട്, തണുത്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്മൂത്ത് തയ്യാറാക്കി തുടങ്ങാം. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഓട്സ് നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വെള്ളത്തോടല്ല നമ്മൾ സ്മൂത്ത് തയ്യാറാക്കേണ്ട. ഈ ഓട്സ് കുതിർത്ത് വെച്ച വെള്ളം നമുക്ക് അരിച്ച് മാറ്റണം. അപ്പോൾ നമുക്കൊരു അരിപ്പ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ ഓട്സ് കുതിർക്കാൻ വെച്ച വെള്ളം നമുക്ക് അരിച്ച് മാറ്റിയ ശേഷം കുറച്ചുകൂടി ഈ ഓട്സിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെള്ളം, സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്മൂത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്ത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഓട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റില്ലേ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പറയുന്നത് ഒരു ചെറിയ പീസ് സിനമൺ സ്റ്റിക്കാണ്, അത് കറുകപ്പട്ടയാണ്. ഇത് നല്ലതാണ്, നമുക്ക് വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. സ്മൂത്ത് തയ്യാറാക്കുമ്പോൾ ചെറിയൊരു പീസ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഫ്ലെക്സ് സീഡ്സാണ്. ഇത് എല്ലാവർക്കും അറിയിക്കുന്നതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നല്ലത് ഫൈബർ കണ്ടൻറ്റുള്ള ഒരു സീഡാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ 5 ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുതിർത്ത ശേഷം അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാമിന് പകരം കാഷ്യൂ നട്ട്സ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 കപ്പ് പാലാണ്. ഇപ്പോൾ പാല് വേണ്ടാത്തവർക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 2 ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാച്ചിയ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം തന്നെ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേനിന് പകരം ഈത്തപ്പഴം ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യാത്തവർക്ക് മിൽക്ക് മെയ്ഡോ ഷുഗറോ ഒക്കെ ചേർത്തിട്ട് ഇത് ഈ സ്മൂത്ത് തയ്യാറാക്കാവുന്നതാണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ ഇപ്പോൾ ഹണിയോ അല്ലെങ്കിൽ ഈത്തപ്പഴോ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം കണ്ടത് ഞാൻ നന്നായി തന്നെ എല്ലാം നല്ലതായിട്ട് നമുക്ക് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം നമുക്കിത് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിന്നറിന് യൂസ് ചെയ്യാം. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ വയറ് നല്ലതായി തന്നെ ഫില്ലായിട്ട് ഇരിക്കും. അപ്പം നമുക്ക് വേറെ ഒന്നും കഴിക്കാനും തോന്നത്തില്ല. ഇതിനകത്ത് ബദാമും അതുപോലെ ഫ്ലെക്സീസും ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ളതാണത്. ബദാമും ഒക്കെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഫ്ലെക്സീഡ് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ നല്ല സ്മൂത്താവാൻ നല്ലതാണ്. അതുപോലെ ക്യാരറ്റ് ഒക്കെ നല്ല ഹൈ ഫൈബറും പ്രോട്ടീനും ഒക്കെ നല്ല ചേർന്നിട്ടുള്ള നല്ലൊരു സ്മൂത്ത് റെസിപ്പിയാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോമേ വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.